ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും പനിയും കോൾഡുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു പനി രസം ഉണ്ടാക്കാമെന്ന്. ചൂടോടെ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഈ രസം കുടിച്ചാൽ പനി പമ്പ കിടക്കുമെന്നാണ് പറയുക. അപ്പോൾ കൂട്ടത്തിലൊരു ഉസിലിയും കൂടെ ഉണ്ടാക്കാം, കൊത്തവര ഉസിലി. അതിനുവേണ്ടി ഒരു പിടി കൊത്തവര ഇതുപോലെ ചെറുതായിട്ട് തലയും വാലൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു പിടി കടലപ്പരിപ്പ് ഞാൻ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് യുസിലിക്ക് വേണം. അപ്പോൾ ഈ കൊത്തവരയൊക്കെ ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കടലപ്പരിപ്പ് 1 മണിക്കൂർ മുൻപാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കിത് ഒന്ന് ചതച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് യൂസിലേക്ക് ഇത് വേണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരു എളുപ്പത്തിലുണ്ടാക്കണം, പനിയൊക്കെ വരുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു രസം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളത് മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും മുളകും ഇട്ട് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊത്തമരയ്ക്ക് കൂടി അതിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കണ ഈ കടലപ്പരിപ്പില്ലേ, അത് കുതിർത്ത കടലപ്പരിപ്പ് കൂടി നമുക്കതിലേക്ക് ചേർത്തി കൊടുക്കണം. ഇനി ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്ന രസത്തിന് നമുക്ക് തക്കാളി പോലും വേണ്ട കേട്ടോ. തക്കാളിയോ പച്ചമുളകോ ഒന്നും വേണ്ട. ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. വളരെ എളുപ്പത്തിൽ അത് ഉണ്ടാക്കാം. കോൾഡൊക്കെ വരുമ്പോൾ അത് ഉണ്ടാക്കി ഒരു ഗ്ലാസ് കുടിച്ചാൽ വളരെ നല്ലതാണ്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രസം കൂടി പെട്ടെന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 ചെറിയ ഉള്ളി, 1 സ്പൂൺ നിറച്ചും ജീരകം, പിന്നെ ഒരു വലിയ സ്പൂണ് കുരുമുളക്. ഇത്രയാണ് നമുക്ക് രസത്തിന് ആവശ്യമുള്ള സാധനം കേട്ടോ. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ചതച്ച് വെക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ആവശ്യത്തിന് ഇതുപോലെ ചതച്ചിട്ടുണ്ട്. അരച്ചെടുക്കരുത് കേട്ടോ, ചതച്ച് തന്നെ എടുക്കണേ. അപ്പോഴേക്കും നമ്മുടെ ഉസിലി ഇതാ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. അതിൽ ഇത്തിരി വെള്ളം തെളിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ വെള്ളം തെളിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാനുണ്ട്. നമുക്ക് നോക്കാം. അപ്പോഴേക്കും രസം റെഡിയാക്കാം. ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ ഇതുപോലെ രസത്തിന് സാധാരണ ചെയ്യണ പോലെ കുതിരാനിട്ടിരുന്നു. അപ്പോൾ ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിന് ചേർത്തി നല്ലോണം 1 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്തണം കേട്ടോ. ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർത്തണില്ല കേട്ടോ. ഞാൻ ഇതിലിനി മല്ലിയുടെ ഇല അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നല്ലോണം. അപ്പോൾ ഇത് ചേർത്തണില്ല. പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാലല്ലേ, അതിന്ന് ഒരു പകുതി ഭാഗം നമ്മൾ ഈ തിളപ്പിക്കണ രസത്തിലേക്ക് ചേർത്തി കൊടുക്കണം. ഈ സ്റ്റെപ്പ് എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. പകുതി നമ്മൾ എടുത്തു വെക്കണം, അത് വേറെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പുളിവെള്ളത്തിലേക്ക് ഇത് ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഒരു പിടി നിറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്തി നമുക്കിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ആവശ്യത്തിനുള്ള അളവിനെ ചേർത്തിക്കോളൂ. എന്നിട്ട് നമുക്കിത് ഗ്യാസിലേക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് മണം വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രസത്തിൻ്റെ മണം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏകദേശം ആയി എന്നുള്ളത്. അപ്പോൾ രസം തിളക്കട്ടെ, നമുക്ക് ഉസിലയുടെ ബാക്കി പണി നോക്കാം. ഒരു പിടി നാളികേരം ചെരുവിയതിലേക്ക് 1 പച്ചമുളകും 2 ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്തി കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് ഇതുപോലെ അരക്കിയല്ല ചതച്ചെടുത്തു. ഇനി നമ്മളുടെ നോക്കൂ ഉസിലി ഇപ്പോൾ നന്നായിട്ട് വെന്ത് ആവശ്യത്തിന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉസിലിയും റെഡിയായി. പിന്നെ നമ്മുടെ രസം തിളയ്ക്കട്ടെ. അപ്പോൾ അതിലേക്കുള്ള വറുത്തിടേണ്ടത് എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ രസം ഇതപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പം തന്നെ മൂക്കടച്ചതൊക്കെ തുറന്നു. ഇത്ര മണമാണ്. തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എടുത്ത് കുറച്ചൊക്കെ കുടിച്ചാലോ എന്നൊക്കെ തോന്നും. കുടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് അളവിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ രസം നന്നായി തിളച്ചു. ഞാനത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 4 മണി വെന്തയം ഇട്ടു. പിന്നെ ഉലുവ, പിന്നെ ഒരു 4 വറമുളക്, പിന്നെ കുറച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചു കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മുൻപ് മാറ്റി വെച്ചില്ലേ ചതച്ച മസാല, അത് ബാക്കിയുള്ളത് ഈ വറുത്തിടണതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ രസത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അപ്പം തന്നെ അറിയാൻ പറ്റും. എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഈ രസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് വറുത്തിട്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, കറക്റ്റല്ലേ ഞാൻ പറഞ്ഞതെന്ന്. ഭയങ്കര മണമാണ്, നല്ല രസമുള്ളൊരു മണമാണ്. അപ്പോൾ നമ്മുടെ രസം എന്താ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു കൈ നിറച്ചും മല്ലിയുടെ ഇല, കൊത്തമല്ലിയുടെ ഇല ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രസം ഇതായിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ചൂടോടെ കുടിച്ചോളൂ. പനിയോ കോൾഡോ ഒക്കെ ഉണ്ടെങ്കിൽ മാറും. അല്ലെങ്കിൽ ചൂട് ചോറിൽ ഒഴിച്ചിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പനിയൊക്കെ മാറിക്കോളും. അപ്പോൾ നമ്മുടെ രസം ഒരു ചെറിയ സെർവിങ് ബോളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ഉസിലിയും ഇതാ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനെ നമുക്കൊരു ചെറിയ സെർവിങ് ബോളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇന്നുണ്ടാക്കിയ 2 വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. മറക്കില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, ബൈ.